ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് യൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നോർമലി നമുക്കറിയുമ്പോൾ അൺലിമിറ്റഡ് ഡാറ്റ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് യൂട്യൂബിലോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സ്വന്തമായിട്ട് ചാനലുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അത്യാവശ്യം പ്രോഗ്രാംസൊക്കെ യൂട്യൂബിൽ ഇരുന്ന് കാണുന്നുണ്ട്. ആദ്യം ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ കുറഞ്ഞ് റീചാർജ് ചെയ്തിരുന്ന ഡാറ്റാസൊക്കെ യൂട്യൂബിലായിരുന്നു ആരും ഡയറക്റ്റ് ലൈവായി പോയി കാണാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഡാറ്റ അത്രയും കെയറോട് കൂടിയിട്ടായിരുന്നു നമ്മൾ ചിലവാക്കിയിരുന്നത്. ഇപ്പോൾ അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും യൂട്യൂബിലാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ആദ്യം യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നോർമലി നിങ്ങളുടെ യൂട്യൂബ് ഓൾഡർ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലേറ്റസ്റ്റ് വേർഷനോട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഇൻ്റർഫേസ് ഏകദേശം ഇപ്പോൾ ഇതുപോലെയൊക്കെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് നോർമലി ഇപ്പോൾ ഭൂരിഭാഗം പേരും അവരുടെ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടാവില്ല. അത് ജസ്റ്റ് ഇവിടെയുള്ള ഒരു കോൺടാക്റ്റ് പോലെ ഒരു ഐക്കൺ കാണാം. അത് വഴി നിങ്ങളുടെ ഇമെയിൽ നമുക്ക് ഇതിലോട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ കാണാം നമുക്ക് ലൈബ്രറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ സെറ്റിംഗ്, നമ്മുടെ ഇമെയിൽ അഥവാ നമ്മുടെ ഇമെയിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ലോഗോ ഇവിടെ കാണും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാം. സെറ്റിങ്സിൽ മെയിനായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത്. അവിടെ ജനറൽ എന്ന് കാണാം. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരാം. ഒന്ന്, റിമൈൻഡ് മീ ടു ടേക്ക് എ ബ്രേക്ക്. അഥവാ നമ്മൾ ലോങ് ആയിട്ടുള്ള വല്ല വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രീ ആണ്, എന്നാൽ അതിന് ശേഷമാണ് ഒരു ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അരമണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷം ഇവിടെ ഒരു ബ്രേക്ക് വരും. ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു അലാം പോലെ നമുക്കൊരു വിൻഡോ വരുന്നതും അവിടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടൈം മനസ്സിലാക്കാനും സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്നൊരു മോഡാണ് ഇത്. ഇവിടെ നമുക്ക് ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ശേഷമാണ്, 5 മിനിറ്റ് വരെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടാൽ മതി. അതിന് ശേഷം വേറെ എന്തെങ്കിലും പരിപാടിയാണെന്നുണ്ടെങ്കിൽ അതുവരെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു അലാം പോലെ സെറ്റ് ചെയ്യാം. അതിനാണ് ഈ ഒരു ഫീച്ചർ. പിന്നെ വരുന്നൊരു ലിമിറ്റ് മൊബൈൽ ഡാറ്റ യൂസേജ് എന്നാണ്. അഥവാ നമ്മൾ യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വീഡിയോസും ഉണ്ട്, ലോ ക്വാളിറ്റി വീഡിയോസ് ഉണ്ട്. ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി വീഡിയോസ് നമ്മുടെ നെറ്റ്വർക്ക് അഥവാ മൊബൈലിലെ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഈ ഒരു ലോ ക്വാളിറ്റിയിൽ നിന്നും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൈ ക്വാളിറ്റിയിലോട്ട് കൺവേർട്ട് ആവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഈ ഒരു മെത്തേഡ് സഹായിക്കും. അഥവാ നമ്മുടെ ഡാറ്റ അങ്ങനെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മൊബൈലിലെ ഡാറ്റ വളരെയധികം ഡ്രോപ്പ് ആവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ നമുക്ക് ഓണാക്കിയിടാം. പിന്നെ ഉള്ളത് ഡബിൾ ടാപ്പ് ടു സീക്ക്. അഥവാ നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫോൺ കോൾ വരിക, അല്ലെങ്കിൽ നോർമലി മുന്നേ കണ്ട വീഡിയോ പകുതി വെച്ച് നിർത്തിയതാണെങ്കിലും തന്നെ നമുക്ക് അടിച്ച് കളയാൻ നമ്മുടെ സ്ക്രീനിൽ 2 തവണ ഒന്ന് ഫിംഗർ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് 2 തവണ ഫിംഗർ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സീക്കിങ് വരുന്നതാണ്. ഡബിൾ ടാപ്പ് സീക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതിങ്ങനെ നമുക്കിങ്ങനെ അടിച്ച് കളയാം. ഓക്കെ. അതുപോലെ തന്നെ സൈഡിൽ നോക്കിയാൽ പ്രീവിയസ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടുന്നതാണ്. 2 തവണ ടൈപ്പ് ചെയ്താൽ 10 സെക്കൻഡ് കിട്ടും. വീണ്ടും അത് നമുക്ക് എത്ര ഉയർത്താം, മിനിമം 1 മിനിറ്റ് വരെ ഉയർത്താൻ സാധിക്കും എന്നതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്, നോർമലി നമുക്കറിയാം നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പേരുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ അത്തരം ചാനലുകളുടെ വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ കണ്ട മറ്റ് വീഡിയോസിൻ്റെയൊക്കെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സജഷൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് കാണിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ചാനലാണ്, ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ നോർമലി യൂട്യൂബിൽ കയറുമ്പോഴുള്ള ഇൻ്റർഫേസ് ആവില്ല. നമ്മൾ ഒരു ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുക. അത് നമ്മൾ സെർച്ച് ചെയ്ത കണ്ടൻറ്റും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത കണ്ടൻറ്റും മാത്രമേ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ സെർച്ച് ബാർ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ചെറിയൊരു നെറ്റ് സ്ലോ ആണ് ഇവിടെ കാണാം, ഒരുപാട് ഹിസ്റ്ററി കാണും. ഇത് ബേസിലുള്ള ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തന്നെ യൂട്യൂബിലുള്ള മറ്റൊരു മോഡാണ്, പുതിയൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിരുന്നു, യൂട്യൂബ് ഇൻകോഗ്നിറ്റോ മോഡ്. ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ എന്ന് കാണാം. അത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസിൻ്റെ ഹിസ്റ്ററി, ഇതൊന്നും ഈ ഒരു മോഡിൽ നമ്മൾ കയറുകയാണെങ്കിൽ ഒന്നും റെക്കോർഡ് ചെയ്യില്ല. ഇവിടെ ആകെ ഓൺലി നമുക്ക് സെർച്ചിങ്ങും
സെർച്ച് ചെയ്താൽ നമ്മുടെ കണ്ടൻറ്റ് കിട്ടും. അതുപോലെ തന്നെ യൂട്യൂബിൽ നോർമലി നമ്മൾ സെർച്ച് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ആദ്യമായി എങ്ങനെയാണ് യൂട്യൂബ് ഉണ്ടാവുക അതിൻ്റെ ഇൻ്റർഫേസിലോട്ടാണ് നമ്മൾ പിന്നെ ഡയറക്റ്റ് ചെല്ലുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു മോഡ് കൊണ്ട് നല്ലൊരു ഗുണമാണ്. നമുക്ക് മറ്റുള്ള ചാനലിൻ്റെ വീഡിയോസും കാണില്ല, അതിൻ്റെ റെക്കമെൻഡേഷനൊന്നും വരില്ല. നോർമലി യൂട്യൂബ് തുറക്കുമ്പോഴുള്ള സെയിം ഇൻ്റർഫേസ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി ഒന്നും സേവ് ആവില്ല. നമുക്ക് എന്തും സെർച്ച് ചെയ്തിട്ട് കണ്ടാൽ ഒഴിവാക്കാം, ഒന്നും ആരും സേവ് ആവുന്നില്ല. അപ്പോൾ ഈ ഒരു മോഡ് വളരെ നല്ലൊരു മോഡായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതും നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂട്യൂബിൽ അറിഞ്ഞിരിക്കേണ്ട ചില ടിപ്സാണ്, അറിഞ്ഞിരിക്കേണ്ട ചില ഫീച്ചേഴ്സാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.